അല്ല, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും രീതിയിൽ UDFൻ്റെ ഒരു മേധാവിത്വം കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഈ തീവ്ര സംഘടനകളെ കൂടെ നിർത്തിയതിൻ്റെ ഒരു ഫലമാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മേധാവിത്വം കിട്ടിയത് എന്തുകൊണ്ടാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര സംഘടനകളുമായിട്ട്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സതീശൻ എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് VD സതീശൻ പറയുകയാണ്. എന്തൊരു തമാശ എന്ന് നോക്കണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹുക്കുമത്തെ ഇലാഹി എന്നാണ്. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രാഷ്ട്രം. അള്ളാഹുവിൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി പടപൊരുതാനാണ് ഞങ്ങൾ രൂപപ്പെട്ടത് എന്ന് പരസ്യമായി പറയുന്ന, ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ ധാരണയുണ്ടാക്കിയിട്ടാണ് ഇത്തവണ UDF മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഇത്തരം തീവ്ര വോട്ടുകൾ കിട്ടിക്കൊണ്ട് പല ഭാഗങ്ങളിലും അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ നേരിയ ഭൂരിപക്ഷം UDFന് കിട്ടിയേക്കാം. എങ്കിൽ പോലും BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സുപ്രധാനമായ ശക്തിയായി കേരളത്തിൽ മാറും എന്ന് ഞാൻ 100% അടിയുറച്ച് വിശ്വസിക്കുകയാണ്. അത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് BJP A+ കാറ്റഗറി മണ്ഡലമായിട്ട് താരതമ്യം ചെയ്യുന്ന പല മണ്ഡലങ്ങളിലും ഈ തവണ താമര വിരിയും. പക്ഷേ എങ്കിൽ പോലും UDFൻ്റെ ഭരണം വരികയാണെങ്കിൽ അവിടെയും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പല പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം ലീഗ് പോലെയുള്ള മതസ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ ഉണ്ടാവും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഈ നാട് അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ LDF തുടരുന്നത് നല്ലതാണോ എന്ന ചോദ്യമുണ്ട്. അത് ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. SDPI പോലെയുള്ള ഭീകര ശക്തികൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണത്തിൻ്റെ ഭാഗമായി നേരിട്ടില്ലെങ്കിൽ പോലും പല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ CPM-ഉം SDPI-യും ഒക്കെ സഖ്യമായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കൂട്ടർ വന്നാലും ഒരു ഗുണവുമില്ല എന്ന നിലപാടാണുള്ളത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഈ രണ്ട് മുന്നണികളും വലിയ ഭീഷണിയാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനും ഒക്കെ ഇത് ഭീഷണിയാണ്. ഒരു മൂന്നാമത്തെ ബദൽ ഇവിടെ ഉയർന്നു വരണം. പക്ഷെ ഒരു മൂന്നാം ബദൽ ഈ തവണ ഭരണത്തിലേക്ക് എത്തുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു മൂന്നാം ബദലിന് കളമൊരുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സീൻ തന്നെയാകും നാളെ പുറത്തു വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.